എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് KGTE ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് മുൻ വർഷങ്ങളിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അതിൽ നിന്നും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് 2014 ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. 20 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് 2014 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ 20 ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു സീരീസ് എല്ലാവരും കാണുക. അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ ഓപ്ഷൻസും ഈ എക്സാമിന് ഇട്ടിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഫിഗർ First question, the dash feature automatically decides where to end a line and wrap text to the next line based on the margin settings. ഏത് ഫീച്ചറാണ് ഒരു ലൈന് എൻഡ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ അടുത്ത ലൈനിലേക്ക് ടെക്സ്റ്റ് റാപ്പ് ചെയ്യേണ്ടതും എന്ന് മാർജിൻ സെറ്റിങ്സിൻ്റെ ബേസിൽ അങ്ങനെ വരുന്ന ഓട്ടോമാറ്റിക്കലി ഡിസൈഡ് ചെയ്യുന്ന ഫീച്ചർ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചിട്ട് ആൻസർ ഒന്ന് ചെയ്തു നോക്കാം. ആൻസർ വേർഡ് റാപ്പ് ആണ്. വേർഡ് റാപ്പ് എന്നുള്ള ഫീച്ചറാണ് ഓട്ടോമാറ്റിക്കലി ഡിസൈഡ്സ് വേർ ടു എൻഡ് എ ലൈൻ ആൻഡ് റാപ്പ് ടെക്സ്റ്റ് ടു ദ നെക്സ്റ്റ് ലൈൻ ബേസ്ഡ് ഓൺ ദ മാർജിൻ സെറ്റിങ്സ്. മാർജിൻ സെറ്റിങ്സിൻ്റെ ബേസിൽ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ലൈൻ എവിടെ എൻഡ് ചെയ്യണം, അതുപോലെ തന്നെ അടുത്ത ലൈനിലേക്ക് എവിടെ നിന്നാണ് ടെക്സ്റ്റ് റാപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് വേർഡ് റാപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് ടൂൾസ് ടു ക്രിയേറ്റ് എ ഡിഫറെൻറ്റ് ഷേപ്സ് ലൈക്ക് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്മൈലി ഫേസ് എക്സെട്ര. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്മൈലി ഫേസ് തുടങ്ങിയവ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടൂള്? ആൻസർ ഓട്ടോ ഷേപ്സ് ആണ്. ഓട്ടോ ഷേപ്സ് എന്നുള്ള ആ ഒരു ടൂളാണ് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഡിഫറെൻറ്റ് ഷേപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്മൈലി ഫേസ് തുടങ്ങിയവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വേർഡ് ആർട്ട്? വേർഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കുക. ആൻസർ നിങ്ങളൊരു പേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിലോ മാർക്ക് ചെയ്ത് വെക്കുക. ആൻസർ ടെക്സ്റ്റ് വിത്ത് ദ സ്പെഷ്യൽ എഫക്റ്റ്. അതായത് ടെക്സ്റ്റ് വിത്ത് സ്പെഷ്യൽ എഫക്റ്റിനെയാണ് വേർഡ് ആർട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ടെക്സ്റ്റിന് സ്പെഷ്യൽ എഫക്റ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതിനാണ് വേർഡ് ആർട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫയൽ നെയിം ഈസ് നോട്ട് വാലിഡ്? താഴെ പറയുന്നവയിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഫയൽ നെയിം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബിസിനസ് പ്ലാൻ ആണ്. അതായത് ഇവിടെ ഈ ഒരു സ്ലാഷ് പറ്റില്ല. നമുക്ക് സ്പേസും ഉപയോഗിക്കാം, നമ്പേഴ്സ് ഉപയോഗിക്കാം, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു സ്ലാഷ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, യു ആക്സിഡൻ്റലി ഇറേസ്ഡ് എ സെൻറ്റൻസ് ഇൻ ദ ഡോക്യുമെൻറ്റ്. വാട്ട് കമാൻഡ് ക്യാൻ ബി യൂസ് ടു റീസ്റ്റോർ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി? അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് അറിയാതെ ഒരു സെൻറ്റൻസ് ഇറേസ് ചെയ്തു പോയി, മായ്ച്ചു പോയി. അപ്പോൾ ഏത് കമാൻഡാണ് അത് പെട്ടെന്ന് തന്നെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ആൻസർ അൺഡു ആണ്. അൺഡു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്ത ആ ഒരു ആക്ഷൻ നമുക്ക് വേണ്ട എന്നുള്ളതാണ് അൺഡു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമേജോ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻസേർട്ട്. കോപ്പി എന്ന് പറഞ്ഞാൽ
ഒരു ടെക്സ്റ്റിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു വേർഡ്, ഒരു ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒരു വേർഡിന് പകരം വേറൊരു വേർഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ വേർഡ് കണ്ടുപിടിച്ച് അതിൻ്റെ സ്ഥാനത്ത് വേറൊരു വേർഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, MS Word ഈസ് എ ഡാഷ് ആപ്ലിക്കേഷൻ. MS Word ഒരു ഡാഷ് ആപ്ലിക്കേഷനാണ്. എന്താണ് MS Word? അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻസർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. MS Word എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനാണ്. ഒരു പ്രസൻറ്റേഷൻ ആപ്ലിക്കേഷന് ഉദാഹരണം നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഒരു പ്രസൻറ്റേഷൻ ആപ്ലിക്കേഷന് ഉദാഹരണം അതൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻസർ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ട്രിപ്പിൾ ക്ലിക്കിംഗ് ദ മൗസ് സെലക്ട്സ് എ. ഒരു മൗസ് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സെലക്ട് ആവുന്നത്? ആൻസർ ഒരു പാരഗ്രാഫാണ്. ഒരു പാരഗ്രാഫാണ് ട്രിപ്പിൾ ക്ലിക്കിംഗ് മൗസ് ഉപയോഗിക്കുന്നത്. ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ആ വേർഡിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് വേർഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൈഡിൽ, അതായത് ആ ഒരു സെൻറ്റൻസിൻ്റെ സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്യുക. ആ ഒരു അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ആക്ഷൻസ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ബൈ ദ മൗസ്. മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ആക്ഷൻസ് പെർഫോം ചെയ്യാം, അക്കംപ്ലിഷ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മാർക്ക് ചെയ്യാം. ആൻസർ 5 ആണ്. 5 ആക്ഷൻസ് നമുക്ക് ഒരു മൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, യു ക്യാൻ അപ്ലൈ പേജ് ബ്രേക്ക് ബൈ. ഒരു പേജ് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പ്രസ് Ctrl+Enter. Ctrl+Enter എന്നുള്ളതാണ് ഷോർട്ട് കട്ട് കീ. അടുത്ത ക്വസ്റ്റ്യൻ, ടു റിപ്പീറ്റ് ദ ടേബിൾ ഹെഡിങ് ഇൻ എവരി പേജ്. ഒരു ടേബിൾ ഹെഡിങ് എല്ലാ പേജിലും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കാം, ആൻസർ മാർക്ക് ചെയ്യാം. ആൻസർ ചൂസ് ഹെഡിങ് റോസ് റിപ്പീറ്റ്. ചൂസ് ഹെഡിങ് റോസ് റിപ്പീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീസ് യു വിൽ യൂസ് ടു സെലക്ട് ഓൾ ദ ടെക്സ്റ്റ് ആഫ്റ്റർ കറൻറ്റ് കഴ്സർ പൊസിഷൻ. അതായത് ഏത് ഷോർട്ട് കട്ട് കീ ആണ് കറൻറ്റ് കഴ്സർ പൊസിഷൻ്റെ ശേഷമുള്ള എല്ലാ ടെക്സ്റ്റിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ആൻസർ Ctrl+Shift+End ആണ്. Ctrl+Shift+End. അടുത്ത ക്വസ്റ്റ്യൻ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട്സ് ഫയൽ നെയിംസ് ഓഫ് അപ് ടു ഡാഷ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് സ്പേസസ്. അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഫയൽ നെയിമിൽ എത്ര ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് സ്പേസസ് എത്ര ക്യാരക്ടേഴ്സ് വരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 255 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓൺ ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ലോഡിംഗ് ഇറ്റ് ഈസ് കോൾഡ്. ഒരു കമ്പ്യൂട്ടർ ടേൺ ഓൺ ചെയ്തു, അതിനുശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നു, അതിന് പറയുന്ന പേരെന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക, അതിനുശേഷം ആൻസർ മാർക്ക് ചെയ്യുക. ആൻസർ ബൂട്ടിംഗ് ആണ്, ബൂട്ടിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, യു ക്യാൻ ഡിറ്റക്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എറേഴ്സ് ബൈ. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻ കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ F7. F7 എന്നുള്ള ആ ഒരു ഫങ്ഷൻ കീ ആണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എറേഴ്സിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. The dash keys have to have the characters A to Z. The dash keys have the characters A to Z. A to Z വരെയുള്ള ക്യാരക്ടേഴ്സ് ഉൾപ്പെടുന്ന കീസ് ഏതാണ്?
ആൻസർ ആൽഫബറ്റ് കീസ്. ആൽഫബറ്റ് കീസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ ഓപ്ഷൻ തന്നെ ആൻസർ ഉണ്ട്. F1 മുതൽ F12 വരെയുള്ള കീസിനെ പറയുന്ന പേരെന്താണ്? ഈ ഓപ്ഷൻ തന്നെ ഉണ്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം. ന്യൂമറിക് കീസ് എന്ന് പറഞ്ഞാൽ 0 to 9 വരെയുള്ള നമ്പേഴ്സിനെയാണ് ന്യൂമറിക് കീസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1 പോയിൻറ്റ് ഈക്വൽ അബൌട്ട് ഡാഷ് ഇഞ്ച്. ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എത്ര ഇഞ്ചാണ്? ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. ആൻസർ 1/72 ഇഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ദ ഫസ്റ്റ് 6 ലെറ്റേഴ്സ് ഓൺ ദ ഫസ്റ്റ് ഓഫ് ദ PC കീബോർഡ്. ഒരു കമ്പ്യൂട്ടർ കീബോർഡ് അല്ലെങ്കിൽ PC കീബോർഡിലെ ആദ്യത്തെ ലൈനിലെ 6 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൽ കൺഫ്യൂഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനൊരു ക്ലൂ തരാം. ആ ഒരു കീബോർഡിൻ്റെ ലേഔട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആൻസർ ക്വെർട്ടിയാണ്, അല്ലെങ്കിൽ QWERTY. ക്വെർട്ടി എന്നുള്ള ആ ഒരു ലേഔട്ടാണ് നമ്മുടെ കീബോർഡിൽ വരുന്നത്. ഇത് സ്റ്റാൻഡേർഡ് കീബോർഡിലുള്ള ലേഔട്ടാണ് ക്വെർട്ടി. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അലൈൻമെൻറ്റ് വന്നത്? സാധാരണ നമുക്ക് കീബോർഡിൽ തോന്നാറുണ്ട് ഇങ്ങനെ എന്തിനാണ് ഈ അക്ഷരങ്ങൾ മാറ്റി മാറ്റി കൊടുത്തിരിക്കുന്നത്? ABCD കറക്റ്റ് ക്രമത്തിൽ അങ്ങ് കൊടുത്താൽ പോരെ. പക്ഷെ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ABCD കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ റിപ്പീറ്റഡായിട്ട് വരുന്ന ആ ഒരു കീസ്, റിപ്പീറ്റഡായിട്ട് ഉപയോഗിക്കുന്ന കീസിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ലേഔട്ട്, ക്വെർട്ടി എന്നുള്ള ലേഔട്ട് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇത് നമ്മൾ ഇപ്പം ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിംഗേഴ്സ് നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഫിംഗേഴ്സിൽ വരുന്ന കീസായിരിക്കും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കീസ്. അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ സെഡൊക്കെ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെഡൊന്നും അധികം ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ഒരു ലേഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വി ക്യാൻ റൈറ്റ് ദ സ്മോൾ ലെറ്റർ ബൈ യൂസിങ് the dash and the caps lock keys. ആൻസർ ഷിഫ്റ്റ് ആണ്. അപ്പോൾ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ക്യാപ്സ് ലോക്ക് കീ ഉള്ളപ്പോൾ തന്നെ സ്മോൾ ലെറ്റർ നമുക്ക് എഴുതണമെങ്കിൽ, ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷിഫ്റ്റ് കീ ആണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ക്യാപ്സ് ലോക്ക് കീ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീ ആണ് ഷിഫ്റ്റ് കീ. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റും ഏതാണോ ലെറ്റർ, ഇപ്പം ഷിഫ്റ്റും എയും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ക്യാപ്സ് ലോക്ക് ഓൺ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഷിഫ്റ്റും ലെറ്റർ എയും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് വരുന്നത്. അതേസമയം ക്യാപ്സ് ലോക്ക് ഓൺ ആണ്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്ലസ് എ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്മോൾ ലെറ്റർ എ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ് ടു മൂവ് ദ കഴ്സർ അപ്പ് ആൻഡ് ഡൗൺ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ആൻസർ ആരോ കീസ് ആണ്. അതായത് നമ്മുടെ കീബോർഡിൽ കഴ്സറിനെ അപ്പ് ആൻഡ് ഡൗണും അതുപോലെ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റും മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീസാണ് ആരോ കീസ്. അപ്പോൾ ആരോ കീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മേലേക്കും താഴേക്കും ആക്കാനുള്ളതുണ്ടാവും, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരോ കീസ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു കോൾ എ ഫെയിൻറ്റ് ഇമേജ് ദാറ്റ് യു ആഡ് ടു ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ റിപ്പോർട്ട്? മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ മാർക്ക് ചെയ്യുക. ആൻസർ വാട്ടർമാർക്കാണ്. വാട്ടർമാർക്ക് അതായത് ഒരു റിപ്പോർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫെയിൻറ്റ് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വാട്ടർമാർക്ക്. അതിപ്പോൾ ഒരു ഇമേജ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, എന്തെങ്കിലും ടെക്സ്റ്റോ എന്തെങ്കിലും പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ
കുറച്ച് പേപ്പേഴ്സ് ബൈൻഡ് ചെയ്യണം. അപ്പം ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കുറച്ച് ഭാഗം വിടും. അപ്പോൾ ആ ഒരു മാർജിനാണ് ഗട്ടർ എന്ന് പറയുന്നത്. അതായത് ബൈൻഡിങ്ങിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ബൈൻഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ മാർജിൻ്റെ ആ ഒരു വീതി കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇൻസേർട്ട് ചെയ്യുന്ന മാർജിനാണ് ഗട്ടർ മാർജിൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൻസർ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്നത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക്, കറക്റ്റ് അല്ലെങ്കിൽ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.